മാരിത്തെയ്യങ്ങൾ എന്നത് യഥാർത്ഥത്തിൽ മാരി അകറ്റാൻ കർക്കിടകം 16-ന് മാടായിക്കാവിൽ നിന്ന് തിരിയും അരിയും വാങ്ങിച്ചുകൊണ്ടാണ് മാരി അകറ്റുന്നതിന്റെ മാരിത്തെയ്യങ്ങൾ പുറപ്പെടുന്നത്. അപ്പോൾ മാരിത്തെയ്യങ്ങൾ ജനങ്ങൾക്കെല്ലാം അനുഗ്രഹം കൊടുത്തതിന് ശേഷം ഉള്ള എവിടെയാണ് അധികാരിയുടെ സ്ഥാനത്ത് പോയി കടലിലോ പുഴയിലോ ഒഴുകുക എന്നതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ചടങ്ങ്. ആ ചടങ്ങിന്റെ അടിസ്ഥാനത്തിൽ ഇത്തവണ നിരവധി ആളുകളാണ് മാരിത്തെയ്യം നേരിട്ട് കാണുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ എത്തിച്ചേർന്നത്. മുൻകാലത്ത് വ്യത്യസ്തമായി നല്ല പങ്കാളിത്തത്തോടുകൂടി ജനങ്ങളുടെ പങ്കാളിത്തത്തോടെ ഈ ചടങ്ങ് ഇവിടെ സംഘടിപ്പിക്കാൻ വേണ്ടി സാധിക്കുന്നു എന്നതും ഈ ഇത്തവണത്തെ പ്രത്യേകതയായി കാണുക. മാരിത്തെയ്യങ്ങൾ എന്നത് യഥാർത്ഥത്തിൽ മാരി അകറ്റാൻ കർക്കിടകം 16-ന് മാടായിക്കാവിൽ നിന്ന് തിരിയും അരിയും വാങ്ങിച്ചുകൊണ്ടാണ് മാരി അകറ്റുന്നതിന്റെ മാരിത്തെയ്യങ്ങൾ പുറപ്പെടുന്നത്. അപ്പോൾ മാരിത്തെയ്യങ്ങൾ ജനങ്ങൾക്കെല്ലാം അനുഗ്രഹം കൊടുത്തതിന് ശേഷം ഉള്ള എവിടെയാണ് അധികാരിയുടെ സ്ഥാനത്ത് പോയി കടലിലോ പുഴയിലോ ഒഴുകുക എന്നതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ചടങ്ങ്. ആ ചടങ്ങിന്റെ അടിസ്ഥാനത്തിൽ ഇത്തവണ നിരവധി ആളുകളാണ് മാരിത്തെയ്യം നേരിട്ട് കാണുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ എത്തിച്ചേർന്നത്. മുൻകാലത്ത് വ്യത്യസ്തമായി നല്ല പങ്കാളിത്തത്തോടുകൂടി ജനങ്ങളുടെ പങ്കാളിത്തത്തോടെ ഈ ചടങ്ങ് ഇവിടെ സംഘടിപ്പിക്കാൻ വേണ്ടി സാധിക്കുന്നു എന്നതും ഈ ഇത്തവണത്തെ പ്രത്യേകതയായി കാണുക. മാരിത്തെയ്യം ആദ്യമായിട്ടാണ് കാണാൻ വരുന്നത്. മാടായിക്കാവിൽ പല ചടങ്ങുകൾ വന്നിട്ടുണ്ടെങ്കിൽ മാരിത്തെയ്യം കാണാൻ ആദ്യമായിട്ടാണ് ഒരു അവസരം കിട്ടുന്നത്. അതിന്റെ ഐതിഹ്യമൊക്കെ ഇവിടെ ബഹുമാനപ്പെട്ട MLA പറഞ്ഞു. യഥാർത്ഥത്തിൽ കർക്കിടക മാസത്തിൽ പഞ്ഞമാസത്തിൽ ജനങ്ങളെ ബാധിക്കുന്ന എല്ലാതരം വ്യാധികളിൽ നിന്നും എല്ലാതരം മാരികളിൽ നിന്നും അവരെ രക്ഷിക്കുക എന്ന കൺസെപ്റ്റാണ് ഇതിന്റെ പിന്നിലുള്ളത്. അപ്പോൾ തീർച്ചയായും നമുക്ക് വളരെ നല്ലൊരു അനുഭവമാണ്. Thank you.